രാജ്യം ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ എന്താണ് ജനങ്ങൾ ചെയ്യേണ്ടത്? കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിലുള്ള ഖാർഗെയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള ആളുകൾ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് പ്രസ്ഥാനം. എൻ്റെ ചോദ്യം, കഴിഞ്ഞ 10 വർഷം അനുഭവിച്ചു, അടുത്ത 5 വർഷം കൂടി അനുഭവിക്കാൻ ഈ ജനങ്ങൾ ബാധ്യസ്ഥരായിരിക്കുകയാണ്. ഇത് ആരുടെ പിടിപ്പുകേടാണ്? രാഹുൽ ഗാന്ധിയുടെ ഈ മെല്ലപ്പോക്ക് നയം, ഈ സോഫ്റ്റ് നയം നരേന്ദ്രമോദിയെ ഇവിടെ വീഴ്ത്താൻ പറ്റുമോ? നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കാൻ സാധിക്കുമോ? ജനങ്ങളുടെ മേലുള്ള അമിതമായ ചുങ്കം അവസാനിക്കാൻ പറ്റുമോ? ജനങ്ങൾക്ക് ജോലി നൽകാൻ പറ്റുമോ? ഈ മെല്ലപ്പോക്ക് നയം ഇവർ മാനസാന്തരപ്പെട്ട് മുന്നോട്ട് വരുമെന്നാണോ വിചാരിക്കണേ? രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തി, നല്ല കാര്യം. പക്ഷേ ജനങ്ങളെ കണ്ടു, അവരുടെ പ്രയാസങ്ങൾ കണ്ടു. ആക്ഷൻ എവിടെ? ഗാന്ധിജിയുടെ കാലത്ത് നടന്ന കാര്യവും പറഞ്ഞ് ഇപ്പോഴും മുന്നോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. ഗാന്ധിജിയുടെ കാലത്ത് അല്പം മോറൽ നിലനിന്നിരുന്നു ഈ രാജ്യങ്ങളിൽ. അവർ വിദേശിയായിരുന്നു, അതുകൊണ്ട് അവർ രാജ്യം വിട്ടുപോയി. പക്ഷെ സ്വദേശി കള്ളന്മാരെ എങ്ങനെ പൂട്ടാം? സ്വദേശികളെ പീഡിപ്പിക്കുന്നവരെ എങ്ങനെ മാറ്റി നിർത്താൻ പറ്റും അധികാരങ്ങളിൽ നിന്ന്? ഇത് ചിന്തിക്കണ്ടേ? ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണ്ടേ? പ്രക്ഷോഭം നടത്തണമെങ്കിൽ പ്രക്ഷോഭം നടത്തണ്ടേ? വീട്ടിൽ കുത്തിയിരുന്ന് പാർലമെൻറ്റിൽ മാത്രം പ്രസംഗിച്ചാൽ കാര്യം നടക്കുമോ? ജനങ്ങളുടെ അടുത്തിട്ട് ഇറങ്ങിച്ചെന്ന് സംസാരിച്ചു, ഓക്കെ, ആക്ഷൻ എവിടെ? അതല്ല ആക്ഷൻ. ഇലക്ഷൻ കമ്മീഷൻ അവരുടെ ഭാഗത്ത് നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ, BJPയുടെ സ്റ്റാമ്പ് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അതുപോലെ പല കാര്യങ്ങളും അവർ നേരിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, വളരെ ഇല്ലീഗലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. CFSകാർ തോക്ക് ചൂണ്ടുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആക്ഷൻ എവിടെ രാഹുൽ ഗാന്ധി? ഇന്ന് തെക്കേ ഇന്ത്യയും വടക്കേ ഇന്ത്യയും തമ്മിൽ വേർപിരിയാനുള്ള സാഹചര്യങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 850 സീറ്റിലേക്ക് ഇന്ത്യ മാറിക്കഴിഞ്ഞാൽ അവിടെ ഇൻക്രീസ് വരുന്ന എത്ര ഡിഫറൻസ് വരുന്നത് അവിടെ ഏതാ 40-60 അല്ലെങ്കിൽ 30-70 എന്നുള്ള രീതിയിലേക്ക് മാറും. സൗത്തിന് വോയിസ് ഇല്ലാതെ പോകും അസംബ്ലികളിൽ, പാർലമെൻറ്റിൽ. ഇന്ത്യയെ മേക്ക് ചെയ്യുന്നതിൽ അവർക്ക് യാതൊരു അവസരവുമില്ലാതെ പോകും. അവരുടെ ചുങ്കമെടുത്ത് മറ്റുള്ളവരെ തീറ്റിപ്പോറ്റുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ആക്ഷൻ? രാഹുൽ ഗാന്ധിയോടാണ് ചോദ്യങ്ങൾ.